മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി ഉദ്ധവ് താക്കറെയുടെ സഹോദരൻ രാജ് താക്കറെ. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷനായിട്ടുള്ള രാജ് താക്കറെ EVMിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുകയും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള സുനിൽ അറോറയെ പോയി കാണുകയും അദ്ദേഹം ഒരു കത്ത് സുനിൽ അറോറയ്ക്ക് നൽകുകയും ചെയ്തു. ആ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം അതിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് 220 മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞിട്ട് പോലും തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും അത്തരം കാര്യങ്ങൾ നീക്കം ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹം ആ കത്തിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്, മഹാരാഷ്ട്രയിലെ ഈ വർഷം അവസാനം വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കണം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് EVM മിഷനുകളിൽ അട്ടിമറി നടന്നതായിട്ടുള്ള ചില വാർത്തകൾ കടന്നു വന്നതിന് പിന്നാലെ രാജ്യത്തെ ജനങ്ങൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തങ്ങൾ ചെയ്യുന്ന വോട്ട് ആർക്കാണ് നൽകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയം ഉടലെടുത്തിരിക്കുകയാണ്. ആ സംശയം ദൂരെയായി പോകണമെന്നുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കേണ്ടത് വലിയ ആവശ്യമാണ് എന്നാണ് രാജ് താക്കറെയുടെ കത്തിൽ സൂചിപ്പിക്കുന്നുള്ളത്. അത് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള EVM മിഷനുകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് EVM മിഷനുകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ്, അത്തരം വിഷയങ്ങളിൽ കൈകടത്താനുള്ള ശേഷി ഇന്ന് സംഘപരിവാറിന് BJPക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷൻ മാറ്റിവെച്ച് ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരണമെന്നുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇത് വലിയ മാറ്റമാണ്. രാജ്യത്ത് EVM മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുമായി നേരിട്ട് ചർച്ച നടത്താൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. എന്നാൽ MNSന്റെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെ അതിന് തയ്യാറായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഒരു വിപ്ലവകരമായ മാറ്റം മഹാരാഷ്ട്രയിൽ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Thank you.